ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? അപ്പോൾ പഠിത്തമൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നില്ലേ? അപ്പോൾ നമ്മളിതാ മൊത്തം 4ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അല്ലേ? അതായത് ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്റർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സെക്കൻഡ് ടോപ്പിക് മാത്രമല്ല, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഏരിയയും കൂടെയാണിത് കേട്ടോ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ബ്യൂറോക്രസി എന്താ, ഇന്ത്യൻ സിവിൽ സർവീസ് എന്താ, അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് എന്താ, UPSC PSC ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ബട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ, ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഇ ഗവേണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു സർവീസ്, ലോക്പാൽ ആൻഡ് ലോക് ആയുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആൻഡ് ഫൈനലി ഓംബുഡ്സ്മാൻ. ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഈ ടോപ്പിക്സിലേക്ക് നമുക്ക് കിടക്കാം. ഒരു തവണ നമുക്ക് എക്സാമിന് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എന്ന് പറഞ്ഞ് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ ടോപ്പിക്കുകളൊക്കെ അറിയാം, പക്ഷേ ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിന്റെ കീഴിൽ വരുന്നതാണ് എന്നുള്ളത് മക്കളെ വിട്ടുപോയിരുന്നു. അപ്പം ഇനി ആ ഒരു മിസ്റ്റേക്ക് ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളുക. ഈ പറയുന്നതെല്ലാം എന്താണ്? അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പം നമുക്കധികം വൈകിക്കാണ്ട് ടോപ്പിക്കിലേക്ക് കിടക്കല്ലേ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യണേ. അപ്പോൾ ദാ നമ്മുടെ ആദ്യത്തെ ടോപ്പിക്, വാട്ട് ഡു യു മീൻ ബൈ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്? എ നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ഫോർ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദ സർവീസസ് ആൻഡ് ടു പ്രൊവൈഡ് സർവീസ് ടു പീപ്പിൾ ഇൻ എ ടൈം ബൗണ്ട് മാനർ. അപ്പോൾ ഗവൺമെന്റ് ഒരുപാട് സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റെപ്സ് ആർ ടേക്കൺ ബൈ ദ ഗവൺമെന്റ്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ഇൻക്രീസിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദ സർവീസസ്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന്റെ എഫിഷ്യൻസി കൂട്ടാനും, ആൻഡ് ടു പ്രൊവൈഡ് ദ സർവീസസ് ടു പീപ്പിൾ ഇൻ എ ടൈം ബൗണ്ട് മാനർ, ഒരു കൃത്യസമയത്തിനകത്ത് ജനങ്ങളുടെ സർവീസസ് കിട്ടി എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയിട്ടാണ് ഒരുപാട് സ്റ്റെപ്സ് ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് എന്ന് പറയുന്നത്. സോ ദ ഇന്റൻഷൻ ഈസ് ടു മേക്ക് അഡ്മിനിസ്ട്രേഷൻ പീപ്പിൾ ഫ്രണ്ട്ലി ആൻഡ് എഫിഷ്യന്റ്. പക്ഷേ ഇത്തരത്തിലുള്ള സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനെ ജനങ്ങൾക്ക് ഫ്രണ്ട്ലി ആക്കി മാറ്റാനും എഫിഷ്യന്റ് ആക്കി മാറ്റാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫോർ ദിസ് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോം കമ്മീഷൻസ് അറ്റ് ദ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ചില കമ്മീഷൻസ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തേത്, ഓക്കെ, സോ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന്റെ എക്സാമ്പിൾസ് ആണ് ആദ്യം വരുന്നത്. സോ ഇ ഗവേണൻസ്, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു സർവീസ്, ലോക്പാൽ ആൻഡ് ലോക് ആയുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആൻഡ് ഫൈനലി ഓംബുഡ്സ്മാൻ. അപ്പൊ ഓരോ പാർട്ട് നമുക്ക് നോക്കാം. ഇ ഗവേണൻസ് ആൻഡ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. എന്താണ് ഇ ഗവേണൻസ്? ഇ ഗവേണൻസ് ഇസ് ദ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷനിലെ ഇലക്ട്രോണിക് ടെക്നോളജി, ഓക്കെ, ഇലക്ട്രോണിക് ടെക്നോളജിയുടെ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുള്ള യൂസേജിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇ ഗവേണൻസ്. അപ്പൊ അതിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം? സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ ദി അഡ്മിഷൻ ടു ഹയർ സെക്കൻഡറി കോഴ്സസ്. അപ്പം നിങ്ങൾ ഒരു SSLC ഒക്കെ കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം, ഏകജാലകം വഴിയാണ് നമുക്ക് അഡ്മിഷൻ +1 +2 കിട്ടുക. അതൊരു എക്സാമ്പിൾ ആണ് ഇ ഗവേണൻസിന്. അതേപോലെ തന്നെ ഓൺലൈൻ അപ്ലിക്കേഷൻസ് ഫോർ വേരിയസ് സ്കോളർഷിപ്പ്, അതും ഈ പറയുന്ന ഇ ഗവേണൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഈ പറയുന്ന ഇ ഗവേണൻസിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? ഇത് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ റിസീവ് സർവീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. IT-യുടെ സഹായത്തോടു കൂടി, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് സർവീസസ് എല്ലാം റിസീവ് ചെയ്യാം. Then need not to wait in government offices for service. സർവീസ് ലഭിക്കാനായിട്ട്, സേവനങ്ങൾ ലഭിക്കാനായിട്ട് ഗവൺമെന്റ് ഓഫീസിൽ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. Then government services offered speedily and with less expense. വളരെ ചെലവ് കുറവും വളരെ എളുപ്പത്തിലും തന്നെ നമുക്ക് ഗവൺമെന്റ് സർവീസസ് കിട്ടും. ആൻഡ് എഫിഷ്യൻസി ഓഫ് ദി ഓഫീസേഴ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസസ്, ഓക്കെ, ഗെറ്റ് എൻഹാൻസ്ഡ്. ഓക്കെ, ഓഫീസസിന്റെയും ക്വാളിറ്റി, സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റിയും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്ന്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിലെ രണ്ടാമത്തെ പാർട്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. നമുക്ക് നോക്കാം എന്താണ് വിവര അവകാശം. വിവരം കിട്ടുന്നതും ഒരു അവകാശമാണ്. സോ വി ക്യാൻ കളക്ട് ഇൻഫർമേഷൻ ഫ്രം എനി ഗവൺമെന്റ് ഓഫീസ് അബൌട്ട് ഇറ്റ്സ് വർക്കിംഗ്. ഏതൊരു ഗവൺമെന്റ് ഓഫീസസിന്റെയും വർക്കിങ്ങിനെ കുറിച്ച് നമുക്ക് വിവരം കളക്ട് ചെയ്യാൻ സാധിക്കും, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പാർട്ട് അനുസരിച്ച് പീപ്പിൾ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി അണ്ടർ ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. 2005 ഇംപ്ലിമെന്റ് ചെയ്ത റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്
അനുസരിച്ചിട്ടാണ് ഈ ഒരു അവസരം ജനങ്ങൾക്ക് ലഭിക്കുന്നത്. The efforts of Mazdoor Kisan Shakti Sanghadan of Rajasthan has led to the legislation of the Right to Information Act. ഈ പറയുന്ന Right to Information Act നിലവിൽ വരാൻ ഒരു സംഘടന കാരണമായിട്ടുണ്ട് രാജസ്ഥാനിലെ. അതാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ ഓഫ് രാജസ്ഥാൻ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ. This ensures the right of all the citizens of India to receive information. ഏതൊരു ഗവൺമെന്റ് ഓഫീസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും ഇന്ത്യൻ പൗരന്മാർക്ക് ഇതനുസരിച്ച് അവകാശം ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നാണ് നിലവിൽ വന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നിലവിൽ വന്നത് എന്ന് ക്ലിയർ ആയില്ലേ? ഇനി ഇതിന് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ആക്ട് ആർ ടു പ്രിവെന്റ് കറപ്ഷൻ, ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് മേക്ക് ദ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെന്റ് ട്രാൻസ്പെറന്റ്. അപ്പോൾ കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ, അതായത് അഴിമതി പ്രിവെന്റ് ചെയ്യാനും, റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തം ഉണ്ടാക്കിയെടുക്കാനും, ഇതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഫങ്ഷനിങ് എല്ലാം സുതാര്യമാക്കി മാറ്റാനും എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. The citizens will get copies of public documents if they apply for them. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസസിനെ കുറിച്ചുള്ള ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോപ്പീസ് നമുക്ക് ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ചില്ലറക്കാരനല്ല അല്ലെ, കുറച്ച് അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ മക്കളെ. അപ്പൊ നമുക്ക് അടുത്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോമിലേക്ക് കിടക്കാം. അതാണ് നമ്മുടെ റൈറ്റ് ടു സർവീസ്. സേവനവും ഒരു അവകാശമാണ്. റൈറ്റ് ടു സർവീസ് ആക്ട് ഇസ് എ ലോ വിച്ച് എൻഷുവേഴ്സ് സർവീസസ് ടു ദ പീപ്പിൾ. ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാൻ വേണ്ടിയുള്ളതാണ് റൈറ്റ് ടു സർവീസ് ആക്ട്. ദിസ് ലോ ഡിറ്റർമൈൻസ് ദ ടൈം ലിമിറ്റ് ഫോർ എവറി സർവീസ് ഗിവൺ ബൈ എ ഗവൺമെന്റ് ഓഫീസ്. ഗവൺമെന്റ് ഓഫീസ് തരുന്ന ഏതൊരു സമയത്തിനും എന്തുണ്ട്, ഏതൊരു കാര്യത്തിനും എന്തുണ്ട്, ടൈം ലിമിറ്റ് ഉണ്ട്. നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ this law determines the time limit. ഇതാണ് വളരെയധികം ഇമ്പോർട്ടന്റ്. Time limit for every service given by the government office. If the deserved service is not given within this time limit, the responsible employee should pay a fine. അപ്പൊ നമുക്ക് കിട്ടേണ്ട സമയത്ത് ഈ പറയുന്ന സർവീസ് കിട്ടിയില്ലെങ്കിലോ, ആ ഒരു ടൈം ലിമിറ്റിനകത്ത് കിട്ടിയില്ലെങ്കിലോ, ആരാണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എംപ്ലോയി ആള് ഫൈൻ അടക്കേണ്ടി വരും. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ അല്ലേ? As per the Right to Service Act, an officer is appointed in every government office to give guidance and proper help to the applicants. അപ്പോൾ ഇതനുസരിച്ച് എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന അപ്ലൈക്കൻസിന് വേണ്ട ഗൈഡൻസും അതേപോലെ തന്നെ സഹായവും ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമ്മുടെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആണ്. വിജിലൻസ് എന്ന് കേട്ടാൽ തന്നെ നമ്മൾ ആലോചിക്കണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കറപ്ഷൻ. അതായത് കറപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അഴിമതി തടയാൻ വേണ്ടിയുള്ളത്. ഓക്കെ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സോ ദ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇസ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദി നാഷണൽ ലെവൽ. സെൻട്രൽ ലെവലില്, നാഷണൽ ലെവലില് എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രിവെന്റ് കറപ്ഷൻ, അഴിമതി തടയാൻ. ഇത് എന്നാ നിലവിൽ വന്നത്? 1964 നിലവിൽ വന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ടു പ്രിവെന്റ് കറപ്ഷൻ ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിൽ. കറപ്ഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആണ് ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. In every department there will be a chief vigilance officer ഉണ്ടാവും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും. So the duty of the commission is to inquire into vigilance cases and take necessary actions. അപ്പോൾ ഈ കമ്മീഷന്റെ ഡ്യൂട്ടി എന്താ? എന്തെങ്കിലും വിജിലൻസ് കേസ് ഉണ്ടോ അതിനു വേണ്ടിയുള്ള നെസസറി ആക്ഷൻ എടുക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ ഡ്യൂട്ടി. അപ്പൊ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഏത് ലെവലിലാണ്? നാഷണൽ ലെവലില്. എന്തിനു വേണ്ടിയുള്ളതാണ്? കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ. ഇത് എന്ന് നിലവിൽ വന്നു? 1964. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിൽ കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത ഒരു കമ്മീഷനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അതിലൊരു സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഉണ്ടാവും അതിന്റെ ഹെഡ് ആയിട്ട്. അതേപോലെ തന്നെ എല്ലാ ഗവൺമെന്റ് ഓഫീസിലും ചീഫ് വിജിലൻസ് ഓഫീസറും ഉണ്ടാവും. ഇനി ഇതേ തന്നെ സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ ഇൻക്വയർസ് ഇൻ ടു കറപ്ഷൻസ് ഇൻ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസിൽ. ഇതുപോലെയുള്ള കറപ്ഷൻ തടയാൻ വേണ്ടിയുള്ളതാണ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. വിജിലൻസ് കോർട്ട് ഓൾസോ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ട്രാക്ക് വിജിലൻസ് കേസസ്. ഇതിനായിട്ട് കോർട്ട് പോലും ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്തൊരു അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമിൽ പെടുന്നതാണ് ലോക്പാൽ ആൻഡ് ലോകായുക്ത. അപ്പൊ നമ്മൾ കറപ്ഷൻ തടയാൻ സെൻട്രൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഉള്ള കമ്മീഷൻ നോക്കി. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആൻഡ് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ. പക്ഷെ അത് കറപ്ഷൻസ് സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസുകളിൽ തടയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്താന്നുള്ളത് നോക്കാം.
Lokpal and Lok Ayukta are the institutions constituted to prevent corruption at administrative, bureaucratic and political level. അപ്പോൾ 3 ലെവലിൽ കറപ്ഷൻ തടയാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് ലോക്പാലും ലോകായുക്തയും. ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഭരണതലത്തിൽ, ബ്യൂറോക്രാറ്റിക് ഉദ്യോഗസ്ഥരുടെ പാർട്ടില്, ദെൻ പൊളിറ്റിക്കൽ ലെവലിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഴിമതികൾ തടയാൻ. സോ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് നാഷണൽ ലെവൽ ടു പ്രിവെന്റ് കറപ്ഷൻ ഈസ് ലോക്പാൽ. ലോക്പാൽ ആണ് നാഷണൽ ലെവലിൽ കറപ്ഷൻ തടയാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ലോക്പാൽ ഹാസ് ദ പവർ to register cases on issues of corruption against employees and public workers and can suggest necessary actions. Okay, ഇനി എന്താണ് ഈ കറപ്ഷന് എതിരെ, അതായത് എംപ്ലോയീസിനോ പബ്ലിക് വർക്കേഴ്സിനോ എതിരെ കറപ്ഷനെതിരെ കേസ് എടുക്കാനുള്ള അധികാരം ഇവർക്കുണ്ട്. അത് മാത്രമല്ല അതിനു വേണ്ടിയുള്ള ഒരു നെസസറി ആക്ഷൻസ് സജസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് ലോക്പാലിന്. ഇനി ലോകായുക്തയോ, ദീസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ടു ഹിയർ കറപ്ഷൻ കേസസ്. സ്റ്റേറ്റ് ലെവലിൽ കറപ്ഷൻ കേസസ് കേൾക്കാനുള്ള ഒരു സംവിധാനമാണ് ലോകായുക്ത. ബോത്ത് ഓഫ് ദം ഫോളോ ജുഡീഷ്യൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ലെവൽ, ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെവലിൽ കറപ്ഷൻ പ്രിവെന്റ് ചെയ്യാൻ. അപ്പോൾ ആലോചിക്കുക, ഇത് രണ്ടും കറപ്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില്, ബ്യൂറോക്രാറ്റിക് ലെവലില് ആൻഡ് പൊളിറ്റിക്കൽ ലെവലിലാണ്. ഓക്കെ, ഇനി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിലെ ലാസ്റ്റ് പാർട്ടാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. സോ ദ ഓംബുഡ്സ്മാൻ ഇസ് ദ മെക്കാനിസം ഫോർ കംപ്ലൈന്റ്സ് ഓഫ് കറപ്ഷൻ, നെപ്പോട്ടിസം or financial misconduct by elected representatives and bureaucrats who are part of public administration. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ബ്യൂറോക്രാറ്റ്സോ അല്ലെങ്കിൽ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സോ വല്ല തരത്തിലുള്ള കറപ്ഷനോ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ മിസ്കണ്ടക്റ്റോ, അതായത് കാശിലെ തിരിമറി മറ്റൊക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ കംപ്ലൈൻറ്റ്സ് എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. A retired judge of High Court is appointed as the ombudsman. Ombudsman ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്യുക? റിട്ടയർ ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിനെയാണ് അപ്പോയിന്റ് ചെയ്യുക. സോ പീപ്പിൾ ക്യാൻ ഡയറക്ട്ലി അപ്രോച്ച് ദ ഓംബുഡ്സ്മാൻ വിത്ത് കംപ്ലൈൻറ്റ്സ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് ഓംബുഡ്സ്മാനെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഓൺ റിസീവിംഗ് കംപ്ലൈൻറ്റ്സ് ദ ഓംബുഡ്സ്മാൻ ഹാസ് ദ പവർ ടു സമ്മൺ എനിവൺ ആൻഡ് കൻ ഓർഡർ എൻക്വയറി ആൻഡ് റെക്കമെൻഡ് ആക്ഷൻസ്. ഓക്കെ, കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓംബുഡ്സ്മാൻ എന്തുണ്ട്? സോ ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാനും ഒരു എൻക്വയറിക്ക് വേണ്ടി ഓർഡർ ചെയ്യാനും എന്തെങ്കിലും ആക്ഷൻ എടുക്കാനും ഒക്കെ ഉള്ള അവകാശം ആർക്കുണ്ട്? ഓംബുഡ്സ്മാൻ ഉണ്ട്. ഓംബുഡ്സ്മാൻ ഹാസ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ ബാങ്കിങ് സെക്ടർ ടു ഹിയർ ദ കംപ്ലൈന്റ്സ് ഓഫ് ക്ലെയിംസ് ആൻഡ് റെക്ടിഫൈ ദം. അപ്പൊ ആദ്യമൊക്കെ ഓംബുഡ്സ്മാൻ ഉണ്ടായിരുന്നത് ബാങ്കിങ് സെക്ടറിലായിരുന്നു. അവിടെ ക്ലയൻസിന്റെ പരാതി കേൾക്കാനും അതേപോലെ തന്നെ അതിനൊരു സൊല്യൂഷൻ കാണുകയൊക്കെ ആയിരുന്നു ഓംബുഡ്സ്മാന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നീട് അത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കറപ്ഷൻസ് അതേപോലെ ഫിനാൻഷ്യൽ മിസ്കണ്ടക്ട് ഇതൊക്കെ തടയാനുള്ള ഒരു സംവിധാനമായി മാറി. അപ്പൊ ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ, നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഹിസ്റ്ററിയിലെ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും വിചാരിക്കണം. ഇന്നത്തെ സെഷനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത് അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് മാത്രമാണ്. അപ്പൊ എല്ലാം ക്ലിയർ കട്ടായിട്ട് മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ നല്ലൊരു ലൈക്ക് ഒക്കെ അടിച്ച് കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് സെഷൻ. അപ്പൊ നമുക്കൊരു അടുത്തൊരു അടിപൊളി സെഷനുമായിട്ട് വരുന്നവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.